ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണം. ചിന്നക്കനാൽ സിംഗുകണ്ടം സ്വദേശി അമുദ സുരേഷിന്റെ വീടാണ് ആക്രമണത്തിൽ തകർത്തത്. വീട്ടിൽ ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നത്. ജോസിൽ, ചിന്നക്കനാലിലെ കാട്ടാനാക്രമണത്തിന് അറുതിയില്ലാതെയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ആര്യ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചിന്നക്കനാൽ സിംഗുകണ്ടത്താണ് കാട്ടാന വീട് തകർത്തത്. സിംഗുകണ്ടം സ്വദേശി അമുദ സുരേഷിന്റെ വീടാണ് തകർത്തത്. അമുദയും കുടുംബവും ആശുപത്രി ആവശ്യത്തിനായി തേനി മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു. 4 അംഗ കുടുംബമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ വീടിനുള്ളിൽ ആളുകൾ ഇല്ലാതിരുന്നത് വലിയൊരു അപകടമാണ് ഒഴിവാക്കിയത്. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഖലയിൽ കഴിഞ്ഞ 4 ദിവസമായി വൈദ്യുതി ഇല്ലായിരുന്നു. ഇതിനാൽ തന്നെ രാത്രിയിൽ ആനയെ തുരത്താൻ സാധിച്ചില്ല. ഇന്ന് പുലർച്ചെയാണ് ഈ ആനയെ ഇവിടുന്ന് തുരത്താൻ സാധിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ശക്തമായ പ്രതിഷേധമാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവുമെല്ലാം ഈ തങ്കംകുഴി ഭാഗത്താണ് ഉള്ളത്. അവിടെ ഈ ആന ഇപ്പോഴും തുടരുകയാണ്. ജനവാസ മേഖലയാണ്. ഈ RRT സംഘത്തിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടെ ജനപ്രതിനിധികളടക്കം ശക്തമായ വിമർശനമാണ് നടത്തുന്നത്. RRT സംഘങ്ങൾ അവരുടെ കഴിവിനൊത്ത് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കുള്ള ശേഷി രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോർച്ച് അടക്കം എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മറ്റ് ആധുനിക സജ്ജീകരണങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യമാണ് ജനപ്രതിനിധികൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ കാട്ടാനയ്ക്ക് നേരിടുന്നതിന് നേരത്തെ ഇതിലും ശക്തമായ രീതിയിൽ ഇപ്പോൾ കാട്ടാന കൂട്ടം തന്നെ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ആര്യ, തീർച്ചയായും എന്തായാലും വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ അപകടം തന്നെയാണ് ഒഴിവായിരിക്കുന്നത്. ജോസഫ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.